എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എങ്ങനെ ജഗന്നാഥ ഹോര ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യാം എന്നാണ്. അതുകൂടാതെ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഡീഫോൾട്ടായിട്ട് എങ്ങനെ ഒരു പ്ലേസ് സെറ്റ് ചെയ്യാമെന്നും ഡീഫോൾട്ടായിട്ട് കാണുന്ന പാക്ക്ഡ് മോഡ് ചാർട്ട് ഓഫ് ചെയ്ത് 2 മോഡ് ചാർട്ട് എങ്ങനെ കാണാമെന്നും നമ്മൾ പഠിച്ചു. ഇനി ഈ ക്ലാസ്സിൽ പഠിക്കുന്നത് എങ്ങനെ നമ്മുടെ വിൻഡോ, ജഗന്നാഥ ഹോരയുടെ വിൻഡോ കൂടുതൽ അട്രാക്റ്റീവ് ആക്കാം എന്നാണ്, കൂടുതൽ കളർഫുൾ ആക്കാം എന്ന് പഠിക്കാം. നമ്മൾ കളറുമായി ബന്ധപ്പെട്ട ഓപ്ഷനാണ് അതിന് സെലക്ട് ചെയ്യേണ്ടത്. അതിനായിട്ട് മുകളിൽ പ്രിഫറൻസ് എന്നൊരു ഓപ്ഷൻ കാണാം മെനു ബാറിൽ. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിലേറ്റഡ് ടു കാൽക്കുലേഷൻസ്, റിലേറ്റഡ് ടു ഡിസ്പ്ലേ എന്നീ 2 ഓപ്ഷൻസ് മുകളിൽ കാണാം. അതിൽ റിലേറ്റഡ് ടു ഡിസ്പ്ലേയിൽ പോയി നമ്മൾ കളർസ് ടു ബി യൂസ്ഡ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു പോപ്പപ്പ് വിൻഡോ ഓപ്പൺ ചെയ്ത് വന്നതായിട്ട് കാണാം. അതിൽ 2 ഓപ്ഷൻസ്, 2 കോളങ്ങൾ കാണുന്നുണ്ട്. ഫ്രെയിം എന്ന് പറയുന്നത് ഒന്ന്, ഐറ്റംസ് ഇൻ ദ ഫ്രെയിം. അതിൽ ആദ്യം കാണിക്കുന്നത് തന്നെ ചാർട്ട് ഫ്രെയിംസ് ആണ്. അതായത് ചാർട്ടുമായി ബന്ധപ്പെട്ട ആ ഫ്രെയിം പാനിൽ നമ്മൾ എന്തൊക്കെ കളറിൽ യൂസ് ചെയ്യണമെന്ന് കാണിക്കുന്നു. അതിൻ്റെ അടിയിൽ അതിൻ്റെ സബ് ഡിവിഷൻസ് ആണ്. അപ്പോൾ ചാർട്ട് ഫ്രെയിമിനുള്ളിൽ ഉള്ള ഒരുപാട് ഓപ്ഷൻസ് ഐറ്റംസ് ഇൻ ദ ഫ്രെയിം എന്ന ഓപ്ഷനിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും. ഇനി ഫ്രെയിം, അതിലാദ്യത്തെ ഓപ്ഷൻ തന്നെ ഫ്രെയിം ബാക്ക്ഗ്രൗണ്ട് ഔട്ട്സൈഡ് ദ ചാർട്ട് ആണ്. നമ്മളത് സെലക്ട് ചെയ്ത് ഇപ്പോൾ ഓൾറെഡി അതിലുള്ള കളർ അവിടെ കാണിച്ചിട്ടുണ്ട്. നമ്മൾക്കത് കുറച്ച് അട്രാക്റ്റീവ് ആവാൻ ഗ്രീൻ സെലക്ട് ചെയ്യാം. നമ്മൾ ഗ്രീൻ സെലക്ട് ചെയ്യുകയാണ്. അവിടെ സാമ്പിൾ എന്ന എഴുതിയെടുത്ത് അതിൻ്റെ വലതുവശത്തായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ വരുന്ന കളർ കാണിക്കും. അപ്പോൾ നമ്മൾക്കൊരു ലൈറ്റ് ഗ്രീൻ ആക്കി എടുക്കാം. അത് കഴിഞ്ഞ ശേഷം സെലക്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം അപ്ലൈ ദിസ് കളർ ടു ദ ഐറ്റം എന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ അതവിടെ സേവ് ആയിട്ടുണ്ടാവും. ഇനി നമ്മൾക്ക് അതിന് ശേഷമുള്ള ബാക്ക്ഗ്രൗണ്ട് ഇൻസൈഡ് ദ ചാർട്ട് എന്ന് കാണുന്നുണ്ട്. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ്. ഇനി ചാർട്ടിനകത്തെ കളറാണ് ഇത് ഇവിടെ ഉദ്ദേശിച്ചത്. അത് നമ്മൾ ഒരു യെല്ലോ കളർ എടുക്കാം വേണമെങ്കിൽ. ഓക്കെ, സാമ്പിൾ എന്ന് എഴുതിയതിൻ്റെ വലതുവശത്തെ എപ്പോഴും ശ്രദ്ധിക്കുക നമ്മൾക്ക് ഇഷ്ടമുള്ള കളർ തന്നെയാണോ എന്ന്. എന്നിട്ട് വീണ്ടും അപ്ലൈ ദിസ് കളർ ടു ഐറ്റം എന്ന് ക്ലിക്ക് ചെയ്യാം. ഇനി അടുത്തത് എന്താണെന്ന് നോക്കാം. ലൈൻസ് ഇൻ ദ ചാർട്ട്. ഇവിടെ ബ്ലാക്കാണ് വന്നിട്ടുള്ളത്. നമ്മളിത് മാറ്റുമ്പോൾ പലപ്പോഴും അതിൻ്റെ കൂടെ ചാർട്ടിനകത്ത് എഴുതിയ അക്ഷരത്തിൻ്റെ കളറും മാറാറുണ്ട്. നമ്മൾക്ക് ബ്ലൂ ഇഷ്ടമാണെങ്കിൽ ബ്ലൂ സെലക്ട് ചെയ്യാം. അല്ല ബ്ലാക്ക് തന്നെ മതിയെങ്കിൽ അത് തന്നെ കുറച്ചുകൂടി ഡാർക്കാക്കാം. എന്നിട്ട് അപ്ലൈ ദിസ് കളർ ടു ദ ഐറ്റം എന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ്. ഇനി അതിന് ശേഷമുള്ളത് ലഗ്നം. ലഗ്നം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബിന്ദു ആയതുകൊണ്ട് നമ്മൾ റെഡ് തന്നെ ചൂസ് ചെയ്യാം. അപ്ലൈ ദിസ് കളർ ടു ദ ഐറ്റം ക്ലിക്ക് ചെയ്യുക. ശേഷം പ്ലാനറ്റ്സ്, പ്ലാനറ്റ് ബ്ലൂ കളർ ചൂസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചൂസ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 3-4 ഓപ്ഷൻസ് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ അടിയിൽ സേവ് കളർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. അവിടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ കൊടുക്കുക. ഇപ്പോൾ നമ്മൾ കൊടുത്ത കളറുകളൊക്കെ വന്നിട്ടുണ്ട്.
കുറച്ചുകൂടി അട്രാക്റ്റീവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇതതിൻ്റെ രീതിയാണ്. ഞാനൊരു ഉദാഹരണം കാണിച്ചു എന്ന് മാത്രം. ഇനി ഈ ചാർട്ടിനകത്ത് തന്നെ നമ്മൾക്ക് വളരെ പെട്ടെന്ന് അല്ലെങ്കിൽ അടിക്കടി യൂസ് ചെയ്യേണ്ട പല കാര്യങ്ങളും യൂസ് ചെയ്യാത്ത പല കാര്യങ്ങളുമുണ്ട്. അതൊക്കെ നമ്മൾക്ക് വേണമെങ്കിൽ തൽക്കാലത്തേക്ക് റിമൂവ് ചെയ്യാം. അതിന് വേണ്ടത് രാശി എന്ന കോളത്തിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് താഴോട്ട് പോവുക. ഒരു ആരോ കാണും. ചൂസ് എ വ്യൂ വിച്ച് ബോഡീസ് ടു ഷോ. അവിടെ നമ്മൾ ആരോ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ, മൗസ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ വീണ്ടും ഓപ്ഷണൽ ബോഡീസ് ഇൻ സ്റ്റാൻഡേർഡ് വ്യൂ എന്ന് കാണും. അതിൽ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ നിങ്ങൾക്ക് കാണിക്കും. നോഡ്സ്, യുറാനസ്, ആരൂഢ ലഗ്ന, അതർ ആരൂഢാസ്, ഇതൊക്കെയാണ് അവിടെ കാണിക്കുന്നത്. നമ്മൾക്കതൊന്നും വലിയ ആവശ്യമൊന്നും തുടക്കക്കാർക്ക് വരാറില്ല. അതുകൊണ്ട് അവിടെയൊക്കെ അൺടിക്ക് ചെയ്യുക. നമ്മൾ ഓരോന്നോരോന്നായിട്ട് വീണ്ടും പോയിട്ട് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കുക, സാമാന്യം, ലഗ്നവും മറ്റുള്ള ഗ്രഹങ്ങളും മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കാണാനൊരു ഭംഗിയുണ്ട്. ഞാനിവിടെ സെലക്ട് ചെയ്ത മഞ്ഞ കുറച്ച് കൂടിയോ എന്നൊരു സംശയം എനിക്കുണ്ട്. തൽക്കാലം നമ്മൾക്ക് ഒന്ന് കുറക്കാം. ഇപ്പോൾ സാമാന്യം കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇത്രയും എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ബാക്കിയുള്ള ഓപ്ഷൻസിനെ കുറിച്ച് നമ്മൾക്ക് അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.